ഹായ് 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 ദേ ഇന്ന് ഞാൻ എത്തിയിട്ടുള്ളത് നമ്മുടെ ഓണ പരീക്ഷയ്ക്ക് ഇതേ ചോദിക്കൂ. വെറുതെ പറയല്ല, നമ്മൾ ഏറ്റവും ആദ്യത്തെ പരീക്ഷയാണ് ഈ നടക്കാൻ വേണ്ടി പോകുന്ന മലയാള പരീക്ഷ. മലയാള പരീക്ഷയ്ക്ക് ഈ വീഡിയോയിൽ മാഷ് എന്തൊക്കെയാണോ പറയുന്നത് ആ കാര്യങ്ങൾ മാത്രമേ നമ്മുടെ മലയാള പരീക്ഷ ചോദിക്കുന്നുള്ള കാര്യം 100% നിങ്ങൾക്ക് ഉറപ്പ് തരാം കേട്ടോ. അപ്പോൾ നമ്മുടെ പുതിയ ചാനലാണ്. ചാനൽ ആദ്യമായിട്ട് കാണുന്ന കുറേ പേരുണ്ടായിരിക്കും. ഇപ്പോൾ എന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നിട്ടുണ്ടോ നോക്കുക. മറന്നിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ എന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ ഈ എല്ലാ കാര്യങ്ങളും നിങ്ങൾ എല്ലാ ഫ്രണ്ട്സിനും അയച്ചു കൊടുക്കുക. നമ്മൾ മലയാള പരീക്ഷയ്ക്ക് എന്താണ് ചോദിക്കുന്നത് ആ കാര്യങ്ങൾ തന്നെയാണ് ഇന്നത്തെ വീഡിയോ മാഷ് പറഞ്ഞുതരാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ പെട്ടെന്ന് ഫ്രണ്ട്സിനൊക്കെ അയച്ചു കൊടുത്തിട്ട് വീഡിയോയുടെ ബാക്കി ഭാഗം കാണാം കേട്ടോ. നമുക്ക് എന്തായാലും തുടങ്ങാം. ഇതേ നമ്മുടെ മലയാള പരീക്ഷയ്ക്ക് നിങ്ങൾക്ക് ചോദിക്കുന്ന പ്രവർത്തനങ്ങൾ മുഴുവൻ മാഷ് ഇവിടെ പറഞ്ഞിട്ടുണ്ടായിരിക്കും. നോക്കിക്കോ, നിങ്ങൾക്ക് വരുന്ന ഏറ്റവും ആദ്യത്തെ പ്രവർത്തനം വായിക്കാം എഴുതാം. ഈ പ്രവർത്തനം ആയിരിക്കും. അതായത് ഒരു പാരഗ്രാഫ് തരും, അതിൽ നിങ്ങൾക്ക് എല്ലാവർക്കും ഉത്തരം എഴുതാൻ പറ്റുന്ന രീതിയിലുള്ള ചെറിയ ചെറിയ ചോദ്യങ്ങൾ ചോദിക്കും. അതായിരിക്കും ഉറപ്പായിട്ടും ഒന്നാമത്തെ ചോദ്യം. അതിനുശേഷം നിങ്ങൾക്ക് ഉറപ്പായിട്ടും വരുന്ന മറ്റൊരു പ്രവർത്തനമാണ് ആസ്വാദനക്കുറിപ്പ്. അപ്പൊ ഇതെന്തായാലും പഠിച്ചിട്ട് വേണം നിങ്ങൾക്ക് പോകാൻ. നിങ്ങൾക്ക് വരുന്ന അടുത്ത പ്രവർത്തനമാണ്, നമ്മുടെ മലയാള പരീക്ഷയ്ക്ക് വരുന്ന അടുത്ത പ്രവർത്തനമാണ് ആസ്വാദനക്കുറിപ്പ് എഴുതാനുള്ളത്. അത് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് വരുന്നതാണ് അനുഭവക്കുറിപ്പ് എഴുതാനുള്ള ഒരു പ്രവർത്തനം. അപ്പൊ ഇതും എക്സാമിന് ഉറപ്പായിട്ടും വരും. നിർബന്ധമായിട്ടും ഇത് പഠിച്ചിട്ട് തന്നെ പോവുക. അപ്പൊ ഒരു പ്രവർത്തനം ആസ്വാദനക്കുറിപ്പ്, അനുഭവക്കുറിപ്പ്, അടുത്ത പ്രവർത്തനം ഇതും പഠിച്ചിട്ട് തന്നെ പോവാ കേട്ടോ. അതിനുശേഷം വാർത്ത എഴുതാം. വാർത്ത എഴുതാനുള്ള ചോദ്യം നമ്മുടെ അടുത്ത ദിവസം മലയാള പരീക്ഷയൊക്കെ ഉണ്ട്. അപ്പൊ വാർത്ത എഴുതാനുള്ള ചോദ്യം പഠിക്കാതെ പോകരുത്. കുറിപ്പ് എഴുതുക എന്നുള്ള ചോദ്യം നാളത്തെ അടുത്ത ദിവസത്തെ മലയാള പരീക്ഷയ്ക്കുണ്ട്. പഠിച്ചിട്ട് തന്നെ നിർബന്ധമായിട്ട് പോവുക. ഇതൊക്കെ എങ്ങനെ എഴുതാം എന്നുള്ള കാര്യം, ഈ ചോദ്യം എങ്ങനെയാണ്, എന്താണ് ചോദ്യം എന്നുള്ളത് നമ്മൾ ഇന്നത്തെ ലൈവിൽ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നുണ്ട്. ഇന്നത്തെ ലൈവ് ഒരിക്കലും മിസ്സാക്കരുത് കേട്ടോ. ഇന്ന് വൈകുന്നേരം 7 മണിക്കാണ് ലൈവ് സെക്ഷൻ എടുത്ത് നോക്കിയാൽ നിങ്ങൾക്ക് കാണാം. ലൈവിൽ നിർബന്ധമായിട്ട് ജോയിൻ ചെയ്യുക. അതുപോലെ തന്നെ നാളത്തെ എക്സാമിൻ്റെ ചോദ്യ പേപ്പർ, അതായത് അതിലുള്ള എല്ലാ കാര്യങ്ങൾക്കും വാട്സപ്പ് കമ്മ്യൂണിറ്റി ഗ്രൂപ്പിലൂടെ ആയിരിക്കും അയച്ചു തരിക. അത് നോക്കി പഠിച്ച് അത് നോക്കിയിട്ട് കൂടെ പോയാൽ ലൈവ് കാണുക, നിങ്ങളുടെ നോട്ട് ഒന്ന് ജസ്റ്റ് നോക്കുക. നമ്മുടെ വാട്സപ്പ് കമ്മ്യൂണിറ്റി ഗ്രൂപ്പിൽ നോക്കിയിട്ട് പഠിച്ചു പോയാൽ തന്നെ ഫുൾ മാർക്ക് ഉറപ്പിക്കാം. അപ്പോൾ കമ്മ്യൂണിറ്റി ഗ്രൂപ്പിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കിട്ടോ. മറക്കാതെ കമ്മ്യൂണിറ്റി ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക. അപ്പോൾ വാർത്ത എഴുതുക, കുറിപ്പ് എഴുതുക നിർബന്ധമായിട്ട് വരുന്ന ചോദ്യമാണ്. അത് കഴിഞ്ഞതൊക്കെ വരുന്നതാണ് കവിത അല്ലെങ്കിൽ കഥ എഴുതുക. എല്ലാവർക്കും അറിയുന്നതാണ്. ഒരു ഹെഡിങ് ഒക്കെ കൊടുത്തിട്ട് കഥയും കവിതയൊക്കെ എഴുതാൻ അല്ലേ. അതും എന്തായാലും അടുത്ത ദിവസത്തെ മലയാള പരീക്ഷയ്ക്ക് ഉണ്ടായിരിക്കും. അതെങ്ങനെ എഴുതാന്നുള്ള കാര്യം പഠിച്ചിട്ടല്ലാതെ നിങ്ങൾ പോകരുത്. അതിനുശേഷം നിങ്ങൾക്ക് വരാനുള്ള അടുത്ത പ്രവർത്തനമാണ് സംഭാഷണം എഴുതുക. സംഭാഷണം എഴുതാനും എല്ലാവർക്കും അറിയുന്നതാണ്. പക്ഷെ എങ്ങനെയാണ് അതിന് എഴുതുന്നത്, ഫുൾ മാർക്ക് കിട്ടുന്ന രീതിയിൽ എങ്ങനെ എഴുതാന്നുള്ള കാര്യങ്ങളൊക്കെ ഇന്നത്തെ ലൈവിൽ പറഞ്ഞുതരും. ലൈവ് നിർബന്ധമായിട്ട് കണ്ടിട്ട് തന്നെ പോവുക. എങ്കിലേ പ്രവർത്തനം എക്സാമിന് വരുമ്പോൾ നിങ്ങൾക്ക് കൃത്യമായിട്ട് എഴുതിയിട്ട് ഫുൾ മാർക്ക് മേടിക്കാൻ വേണ്ടി കഴിയുള്ളൂ അല്ലേ. അതിനുശേഷം ഇതെല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന പ്രവർത്തനം ഒരു പോസ്റ്റർ റെഡിയാക്കാൻ. അതിന് പ്രത്യേകം പഠിക്കേണ്ടതെന്നൊക്കെ നിങ്ങൾ വിചാരിക്കും. പക്ഷേ എങ്ങനെ നല്ല ഭംഗിയിൽ പോസ്റ്റർ റെഡിയാക്കാം, നിങ്ങൾ ചിലപ്പോൾ നിങ്ങൾക്ക് പറ്റുന്ന അത്രയും നന്നായിട്ട് എഴുതിയാൽ പോസ്റ്ററിൽ ചിലപ്പോൾ ഫുൾ മാർക്ക്, അതായത് ബി ഗ്രേഡ് ഒക്കെ തരാൻ ചാൻസ് ഉണ്ട്. എ ഗ്രേഡ് കിട്ടുന്ന രീതിയിൽ എങ്ങനെ കൃത്യമായ രീതിയിൽ പോസ്റ്റർ തയ്യാറാക്കാനുള്ള കാര്യങ്ങളൊക്കെ, എല്ലാ പ്രവർത്തനങ്ങൾക്ക് എ ഗ്രേഡ് കിട്ടുന്ന രീതിയിൽ എങ്ങനെ തയ്യാറാകുന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മുടെ മലയാളം ലൈവിലുണ്ടായിരിക്കും. നിർബന്ധമായിട്ട് മലയാളം ലൈവ് കാണുക. അപ്പോൾ നിങ്ങൾക്ക് എ ഗ്രേഡ് നേടിത്തരാൻ വേണ്ടി മാത്രമാണ് നമ്മൾ എജുപോൾ പുതിയ ചാനൽ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത്. ഇത് കൃത്യമായിട്ട് ഉപയോഗപ്പെടുത്തുക. പെട്ടെന്ന് തന്നെ നമ്മുടെ എല്ലാ കൂട്ടുകാർക്കും വീഡിയോ അയച്ചു കൊടുക്കുക. നിങ്ങൾക്ക് നിങ്ങളുടെ കൂട്ടുകാരൊക്കെയുള്ള ഗ്രൂപ്പുകളൊക്കെ ഉണ്ട്, അതിലോട്ടൊക്കെ ഷെയർ ചെയ്തിട്ട് നിർബന്ധമായിട്ടും എല്ലാവരും ജോയിൻ ചെയ്യാൻ വേണ്ടി പറയുക. പരീക്ഷ ആളിൽ നിങ്ങൾക്ക് ഫ്രണ്ട്സിന് പറഞ്ഞു കൊടുക്കാൻ വേണ്ടി കഴിഞ്ഞില്ലാതെ വരും. പക്ഷേ പരീക്ഷയ്ക്ക് മുമ്പ് നിങ്ങൾക്ക് നിങ്ങളെ ഫ്രണ്ട്സിനൊക്കെ സഹായിക്കാൻ വേണ്ടി പറ്റുന്ന ഒരു ഗോൾഡൻ ചാൻസ് ആണ്. അത് മാത്രമല്ല, നിങ്ങൾ എത്രത്തോളം ഫ്രണ്ട്സിനെ കൂട്ടി വരുന്നു അതിനനുസരിച്ച് നിങ്ങൾക്ക് വേണ്ട എല്ലാ കാര്യങ്ങളും അതിനനുസരിച്ച് കൂടുതൽ കിട്ടിക്കൊണ്ടേയിരിക്കും നമ്മുടെ ചാനൽ കേട്ടോ. അപ്പോൾ ചാനൽ ഇപ്പോൾ കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ ഇപ്പോൾ എന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും കമ്മ്യൂണിറ്റി ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാനും ഒരിക്കലും വിട്ടുപോകരുത്. നമുക്ക് എന്തായാലും ഇനി ലൈവ് ക്ലാസ്സിൽ കാണാം കേട്ടോ. നിർബന്ധമായിട്ട് ലൈവ് ക്ലാസ്സിലോട്ട് വരിക. നമുക്ക് അടുത്ത ദിവസത്തെ മലയാള പരീക്ഷയ്ക്ക് എ ഗ്രേഡ് ഉറപ്പിക്കാം.